നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് വൻ ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ബാലരാമപുരത്തെ തേമ്പാമുട്ടം പുത്രക്കാട് വാട്ടർ ടാങ്കിന് സമീപമാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മാരകായുധങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചാക്കിനുള്ളിൽ 6ഓളം വടിവാളുകളും അതോടൊപ്പം തന്നെ 2 മഴു, നാടൻ ബോംബുകൾ, വെട്ടുകത്തികൾ, ഇരുമ്പ് പൈപ്പുകൾ എന്നിവ അടക്കമുള്ള മാരകായുധങ്ങളാണ് ഈ ചാക്കുകെട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ബാലരാമപുരത്ത് ഇത്തരമൊരു ആയുധശേഖരം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കണ്ടെത്തിയത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസ് കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്തുകയുമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ കേരള പോലീസ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനം നിലനിർത്തുന്നതിന് മുൻകൂറായി ചില പരിശോധനകളും മറ്റുമൊക്കെ നടത്താറുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ താമസിക്കുന്ന മേഖലകളിലേക്ക് പരിശോധന നടത്തി ഗുണ്ടകളെ കരുതൽ തടങ്കലിൽ അടക്കം ആക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു പരിശോധനയ്ക്കിടയിലാണ് ആയുധശേഖരം ബാലരാമപുരത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ബാലരാമപുരത്ത് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി സംഘർഷം നടക്കുന്ന മേഖലയാണിത്. ആ പ്രദേശത്ത് പരിശോധന നടത്തുകയും അവിടെ നിന്നും മാരകായുധങ്ങൾ തന്നെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. പ്രദേശത്ത് ചാക്കിൽ കെട്ടി സുരക്ഷിതമായി വച്ച നിലയിലാണ്, ആവശ്യം വരുമ്പോൾ എടുക്കാൻ എന്ന നിലയിൽ സുരക്ഷിതമായി വച്ച നിലയിലാണ് ഈ ആയുധങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആയുധങ്ങൾ സംഭരിച്ചത് ആര്, ഇതുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ പിന്നിലെ ഉത്തരവാദികൾ ആര് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ വിവരങ്ങൾ പോലീസ് അല്പസമയത്തിനുള്ളിൽ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ബാലരാമപുരം അടക്കമുള്ള തിരുവനന്തപുരത്തെ ചില മേഖലകളിൽ പോപ്പുലർ ഫ്രണ്ട്, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ SDPI രാജ്യത്ത് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വൻ കലാപത്തിന് പദ്ധതി ഇടുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അത്തരം ചില വാർത്താ റിപ്പോർട്ടുകൾ ഞങ്ങളും നേരത്തെ നൽകിയിരുന്നു. അതായത് നെടുമങ്ങാട് മേഖലയിൽ നടന്ന സംഘർഷം, CPIയും SDPIയും തമ്മിൽ നടന്ന സംഘർഷം, അതോടൊപ്പം തന്നെ ആ സംഘർഷത്തിൽ ഉണ്ടായ ചില അക്രമ സംഭവങ്ങളുടെ സ്വഭാവം, ഇതെല്ലാം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നതാണ്. കാരണം ഒരു ആംബുലൻസ്, SDPIയുടെ ഒരു ആംബുലൻസ് അടിച്ച് തകർക്കപ്പെടുന്നു. അതിന് ആ തകർക്കലുണ്ടായി, ആ അക്രമ സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കകം തന്നെ DYFIയുടെ ഒരു ആംബുലൻസ് കത്തിച്ച് ചാമ്പലാക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള അക്രമ പ്രവർത്തനങ്ങളാണ്. മാത്രമല്ല രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. അതായത് കേരളത്തിൽ ആയുധങ്ങളടക്കം സംഭരിച്ചുകൊണ്ട് ഏത് നിമിഷവും ആളുകളെ കൊല്ലാനുള്ള സംഘം പോപ്പുലർ ഫ്രണ്ട് ഒരുക്കി നിർത്തിയിരുന്നു എന്ന് മാത്രമല്ല, ആരെയൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ കൊല്ലണം എന്നത് സഹിതമുള്ള ലിസ്റ്റടക്കം പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കി വച്ചിരുന്നു എന്നാണ്. അതായത് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന ഒരു ഘട്ടമുണ്ടായാൽ, തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ ആ ഘട്ടത്തിൽ തന്നെ തിരിച്ചടിക്കാൻ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടാൽ നിമിഷം വൈകാതെ തിരിച്ചടിക്കാനുള്ള ആയുധങ്ങളും ആളും എല്ലാം ഓരോ ജില്ലയിലും ഓരോ മേഖലയിലും പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അന്ന് കേന്ദ്ര ഏജൻസി പുറത്തുവിട്ടിരുന്നത്. അത്തരത്തിൽ ആ വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നെടുമങ്ങാട് ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയത്. ഈ തിരുവനന്തപുരം ജില്ലയുടെ ബാലരാമപുരം അടക്കമുള്ള മേഖലകളിൽ SDPI ആയുധം സംഭരിച്ചിട്ടുണ്ട് എന്ന് അന്നത്തെ ഞങ്ങളുടെ വാർത്തയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് ജില്ലയിൽ കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു, ശക്തി കേന്ദ്രങ്ങളിൽ SDPI ആയുധങ്ങൾ സംഭരിക്കുന്നു എന്ന് തന്നെയാണ്. ബാലരാമപുരം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില ഹൈഡൌട്ടുകളുള്ള സ്ഥലമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെല്ലാം SDPIയുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ചില NGOകളും ചില പ്രാദേശിക സംഘടനകളും എല്ലാം, ഈ സംഘടനകൾക്കുള്ളിലുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ബാലരാമപുരം. ആ പ്രദേശത്താണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നതിനിടെ വൻ ആയുധ ശേഖരം പിടികൂടിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണോ എന്നറിയില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ അന്വേഷണമായിരിക്കും ഏറ്റവും ഒടുവിലായി ആത്യന്തികമായി ഈ ആയുധ ശേഖരത്തിന് പിന്നിൽ ആര് എന്ന് പറയാൻ കഴിയുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും
കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.